ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നപ്പോൾ നല്ല മത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ 1/2 കിലോ മത്തിയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള മത്തിയാണ്. നമ്മൾ ട്രോളിങ് നിരോധനത്തിനൊക്കെ ശേഷം നമുക്ക് കിട്ടുന്ന ഫ്രഷായിട്ടുള്ള മത്തിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്കങ്ങനെ മീനൊന്നും അധികം ഒന്നും കിട്ടാറില്ലായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ കായൽ മീനൊക്കെയാണ് കൂടുതലും വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. മത്തിയൊന്നും നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതിന് ശേഷം കിട്ടിയ മത്തിയൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള മത്തി, നല്ല വലുപ്പമുള്ള മത്തി, നല്ല മുട്ടയുള്ള മത്തിയൊക്കെ ആട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ സാധാരണ പൊള്ളിക്കണയിൽ നിന്നും കുറച്ചും കൂടി ഒക്കെ ഒരു വ്യത്യാസം ആക്കിയാണ് ഞാൻ പൊള്ളിക്കാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4-5 പച്ചമുളക്, ഒരു സവോള, കുറച്ച് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി അതൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ മത്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ കുറച്ച് എരിവുള്ള മുളക് പൊടി, പച്ചമുളകാണല്ലോ ഇട്ടത്, അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഉണ്ടല്ലോ, മത്തിക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതൊന്ന് നമുക്ക് നന്നായിട്ട് ആ മത്തിയിലൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ അതിനകത്തേക്കൊക്കെ നന്നായിട്ട് ഒന്ന് പിടിപ്പിച്ചെടുക്കണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ അധിക സമയമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് മത്തി കിട്ടിയപ്പോൾ താമസിച്ചായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മത്തിയിലേക്ക് നമ്മുടെ അരപ്പെല്ലാം പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരുപാട് അങ്ങോട്ട് ഡീപ് ഫ്രൈ വേണ്ട കേട്ടോ. ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് എണ്ണയൊന്നും നമുക്ക് വേണ്ട കേട്ടോ. കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഓരോ മത്തി വീതം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കേട്ടോ, അധികം നമുക്ക് ഇതിനകത്തേക്ക് പിന്നെ നമ്മുടെ ഈ അരപ്പ് പിടിച്ചിട്ടില്ല എന്ന് കേട്ടോ. പക്ഷേ അത്യാവശ്യം നമുക്ക് പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിടിച്ചിട്ടുണ്ട് ഈ അരപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് മറിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഡീപ് ഫ്രൈ ആക്കണ്ട, അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ വശവും കൂടി നമുക്കൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വറുത്ത എണ്ണയൊക്കെ ആണല്ലോ, അപ്പോൾ അതിനകത്ത് ഓൾറെഡി കുറച്ച് എണ്ണയുണ്ട്, ഒരുപാടല്ല എങ്കിലും കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ഒരു ചെറിയ സവോള നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളകും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇനി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എണ്ണ ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ ഈ സമയത്ത് നമ്മുടെ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. നമുക്ക് മത്തിയിലുള്ള ഗ്രേവിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങളത് കറിക്കനുസരിച്ച് മാത്രം ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ സവോളയൊക്കെ വഴന്നു വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അതും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടേക്കണത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിലായിട്ടുള്ള ഒരു പാകമാകണം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ, അത് കുറച്ച് ഉണ്ടായിരുന്നുകൊണ്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ പൊടികളോ
കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പേസ്റ്റ് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, നമ്മുടെ ആ ഒരു ബൗൾ കഴുകിയ വെള്ളവും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അല്ല കേട്ടോ, നമ്മൾ കുറച്ച് മതി. നമുക്കൊന്ന് പരണ്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ നമുക്ക് ഒന്ന് വെക്കണം കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ ഗ്രേവി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയിട്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ മത്തി വീതം നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ മത്തിയിലേക്ക് നമ്മുടെ ഈ അരപ്പെല്ലാം നമുക്ക് ഒന്ന് നമ്മൾ കോരി ഒഴിച്ച് എല്ലാം നമ്മുടെ മത്തിയിലേക്കൊക്കെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മത്തി ഉടയാതെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ആ മത്തിയിലേക്ക് ഗ്രേവി എല്ലാം പുരട്ടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയാതെ തന്നെ അത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനിയുണ്ടല്ലോ, ഇത് നമ്മളൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് നമ്മുടെ മത്തിയൊക്കെ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഒന്നും കൂടി അതിനകത്തേക്ക് നമ്മുടെ മത്തിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. അധികം ഗ്രേവി ഒന്നും ഇല്ലല്ലോ, ഇപ്പം തന്നെ ഒരുമാതിരി ഡ്രൈ ആയിരിക്കും. അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ കറക്റ്റ് ആ ഒരു പരുവത്തിലേക്ക് നമ്മുടെ മത്തി പൊള്ളിച്ചതായിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറെ ഒരു കറിയും നമുക്ക് ചോറിന് വേണ്ട കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും. അതുവരേക്കും എല്ലാവർക്കും